ഹലോ ഗൈസ്, ഞാൻ മലയാളം പഠിച്ചുകൊണ്ടിരുന്നപ്പം പപ്പ എനിക്ക് കിൻഡർ ജോയ് മേടിച്ചുകൊണ്ട് വന്നു ഗൈസ്. സംഭവം ഇവിടെ ഹാരി പോട്ടറുടെ കിൻഡർ ജോയ് ഡൽഹി വന്നു. അതേമാതിരി തന്നെ കമ്പനി അത് തിരിച്ചു എടുത്തു. അപ്പോൾ അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിസ്നി പ്രിൻസസിൻ്റെ ഹാരി പോട്ടർ അങ്ങ് പപ്പ എടുത്ത് പറഞ്ഞു. ഇവിടെ കുറേ കടയിൽ ഞാൻ ചോദിച്ചിട്ട് അങ്ങനെയല്ല, ഒറ്റ കട മാത്രം ചോദിച്ചതിൻ്റെ അല്ല, കുറേ കട ഡൽഹി കയറി ഇറങ്ങി ഞാൻ ചോദിച്ചു, പക്ഷേ എവിടെയില്ല. അത് ഞാൻ ആ പേപ്പർ എടുത്തങ്ങ് മാറ്റി. പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്ത് സാധനം, ഫിറ്റാവുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആ പേപ്പർ വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഫിറ്റാക്കി. ഇത് സംഭവം ബ്രേസ്ലെറ്റ് ആക്കിയിട്ടാണ്. പിന്നെ തുറച്ച് ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് കളിപ്പാട്ടമാണല്ലോ മെയിൻ, അതിനാണല്ലോ ഞാൻ ഈ കിൻഡർ ജോയ് മേടിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ കിൻഡർ ജോയ്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഈ പപ്പയ്ക്കും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. എനിക്ക് മാത്രം, എനിക്കും എൻ്റെ കുറേ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും മാത്രം ഇഷ്ടമാണ് സാധനം. സംഭവം ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഫിറ്റ് ചെയ്ത് ഞാൻ കുറേ പഠിച്ചവയും കാണിച്ചു. പിന്നെ നമ്മൾ സ്പൂൺ എടുത്ത് വീണ്ടും കയറിപ്പോയി എല്ലാ പ്രാവശ്യം മാതിരി. പിന്നെ ഗായ്സ് അത് അലിഞ്ഞും പോയി. പിന്നെ ചോക്ലേറ്റ് കുറവായിരുന്നു. വാട്ട് ഈസ് ദിസ് അൺഫെയർ ഗായ്സ്. പൊട്ടിപ്പോയി, അത് വേറെ കാര്യം. പക്ഷേ ചോക്ലേറ്റ് കുറവായിരുന്നു. അത് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അലിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചോക്ലേറ്റ് കുറവേ വരുമോ. ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് കുറഞ്ഞ മതിയായിരുന്നു. എന്തായാലും ഹാരി പോട്ടറുടെ വിഷമം പിന്നെ ഞാൻ ഇതിനകത്ത് അങ്ങ് തീർത്തു. കുഴപ്പമില്ല, പാവങ്ങൾ ജീവിച്ചു പോട്ടെന്ന് വിചാരിച്ചിട്ട് ഹാരി പോട്ടറുടെ വിഷമം എന്തായാലും ഇതിനകത്ത് തീർത്തു. അയ്യോ, അത് ഭയങ്കര വിഷമമാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ മേടിക്കണം ഹാരി പോട്ടർ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ബൈ ബൈ.